ഹായ് ഫ്രണ്ട്. ഞാനിന്ന് പറയാൻ പോണത് അതായത് നമ്മൾ ഈ ആണുങ്ങൾ പൊതുവെ ഭാര്യമാരുടെ ഇതിൽ അല്പം താഴ്ന്നവരാണ്. അതായത് അവരെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് പൊതുവെ ഭർത്താക്കന്മാർ. പക്ഷേ ഭാര്യമാരാണെങ്കിൽ അവർ നേരെ തിരിച്ചു നമ്മളെ ഓർത്ത് ദുഃഖിക്കുകയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ, അതായത് ഭർത്താവിനെ ഏറ്റവും ഇടിച്ച് താഴ്ത്തി സംസാരിച്ചിട്ട് മറ്റുള്ള പുരുഷന്മാരെ വില വെച്ച് കാണുകയും ഭർത്താവിനെ വിലയില്ലാതെ കാണുകയും ഭർത്താവിനെ മറ്റു പുരുഷന്മാരോട് മോശമായി പറയുന്ന സ്ത്രീകളും ആണ് അധികവും. അങ്ങനെ ഉള്ള ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലും ഉണ്ടായ ഒരു അനുഭവമാണ്. പക്ഷേ അതെൻ്റെ കൂട്ടുകാരൻ, ആത്മാർത്ഥ സുഹൃത്തായ എൻ്റെ കൂട്ടുകാരൻ ഈ കഴിഞ്ഞ മാസം 2-ാം തീയതി മരണപ്പെട്ടു. എനിക്ക് അത്രയും, ഞങ്ങൾ ഒറ്റ കളിച്ച് വളർന്ന ഞങ്ങൾ അത്രയും ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. എൻ്റെ സിറിൽ എന്നാണ് എൻ്റെ കൂട്ടുകാരൻ്റെ പേര്. പക്ഷെ അവൻ ഭാര്യയുമായി പിണങ്ങി വർഷങ്ങളോളം ഭാര്യേനെ ആലോചിച്ച് ആദി പിടിച്ച് ആഹാരം കഴിക്കില്ല, ജോലിക്ക് പോകാൻ തോന്നില്ല, എന്നും സങ്കടമാണ്. അവ എന്നും ഭാര്യ തിരിച്ച് മടങ്ങി വരും, മക്കൾ മടങ്ങി വരും എന്നുള്ള അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിതം നയിച്ചു കൊണ്ടിരുന്നു. ആഹാരം കഴിപ്പില്ല. അങ്ങനെ ആയി ആ മനുഷ്യൻ, ആ കൂട്ടുകാരൻ അവസാനം മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, ഒന്ന് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു ക്ഷമ ഭാര്യ ഒന്ന് ക്ഷമിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ സുഹൃത്ത്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, എൻ്റെ ഫ്രണ്ട് ഇന്നും ജീവിച്ചിരുന്നേനെ. വിട്ടുവീഴ്ചയ്ക്ക് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ തയ്യാറായില്ല. ഒന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. വേദനാജനകമായ ആ നിമിഷങ്ങൾ. ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളം, കൊച്ചിയിലാണ്. പക്ഷേ ആ മരണസമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു, വലിയ പൊട്ടിക്കരഞ്ഞു ഞാൻ. ആ സുഹൃത്തിനെ കണക്കുള്ള സാഹചര്യമാണ് എന്നിലും ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരു സമയത്ത് വിവാഹിതരായവരാണ്, രണ്ടുപേരും സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് പോയവരാണ്. പക്ഷേ എൻ്റെ സുഹൃത്ത്